വാറിന്റെ സമയത്ത് ഡിസ്കൗണ്ട് സെയിലോ? അതെങ്ങനെ സാധ്യമാവും? നമുക്ക് നോക്കാം. ശരിക്കും ഒരു യുദ്ധം നടക്കുമ്പോൾ എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത്? ഒരു യുദ്ധം നടക്കുമ്പോൾ രാജ്യത്ത് മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷന്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റുകളും മ്യൂച്വൽ ഫണ്ട്സും എല്ലാം നന്നായി ഇടിയാൻ തുടങ്ങും. ശരിക്കും ഇങ്ങനെ ഇടിയാനുള്ള കാരണം ആരാണ്? നമ്മൾ തന്നെയാണ്. അതായത് ഒരു യുദ്ധം വരുമ്പോഴേക്കും ആൾക്കാരെല്ലാം കൂടെ പാനിക്കായിട്ട് തങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം ഉള്ള പ്രോഫിറ്റിന് അങ്ങെടുത്ത് വിൽക്കാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ വിൽക്കുമ്പോൾ നല്ല കമ്പനികളുടെ ഷെയർ ആണെങ്കിൽ പോലും പെട്ടെന്ന് ഇടിഞ്ഞിടിഞ്ഞ് താഴാൻ തുടങ്ങും. ഇനി അത് മാത്രമാണോ സംഭവിക്കുന്നത്? അല്ല, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് അങ്ങോട്ട് കയറാനും തുടങ്ങും. അതായത് ഇനി ഈ എണ്ണയുടെ ട്രാൻസ്പോർട്ടേഷന് എന്തെങ്കിലും തടസ്സം സംഭവിക്കുമോ എന്ന് കരുതി, അല്ലെങ്കിൽ സംഭവിച്ചാൽ തന്നെ ഈ ക്രൂഡ് ഓയിൽ കമ്പനിക്കാർ അവരുടെ ക്രൂഡ് ഓയിലിന്റെ റേറ്റ് അങ്ങോട്ട് കൂട്ടും. അങ്ങനെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എവിടെയാണ് ചെന്ന് ഹിറ്റ് ചെയ്യുന്നത്? നമ്മൾ വണ്ടിക്കടിക്കുന്ന പെട്രോളിനേക്കാൾ കൂടുതൽ അത് എഫക്ട് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ എന്ന കാര്യത്തിലേക്ക് തന്നെയാണ്. അതായത് ഡീസലിന്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ടേഷനുള്ള വില കൂടും. ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷന് വില കൂടി കഴിഞ്ഞാൽ സാധനങ്ങളുടെ വിലയും കൂടാൻ തുടങ്ങും. അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചെറിയൊരു സാധനം തൊട്ട് നമ്മളുടെ ഡെയിലി ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാ സാധനത്തിനെയും അത് ബാധിക്കും. പക്ഷെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു യുദ്ധം വന്നാൽ ഇതൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജസിലാണ് കൂടുതലും കണ്ടുവരുന്നത്. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ ഈ യുദ്ധത്തിന്റെ പോക്ക് അത് എങ്ങോട്ടാണെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന കൺഫ്യൂഷൻ എല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെയും ജീവിത ചെലവുകളെയും ബാധിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ഈ സമയത്ത് ആസ് ആൻ ഇൻവെസ്റ്റർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?